ഇന്ന് രാജ്യം മുഴുവൻ ഹരീഷ് റാണയുടെ ദയാവധം അല്ലെങ്കിൽ മേഴ്സി കില്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഈ മേഴ്സി കില്ലിംഗ് അഥവാ യൂത്തനാഷ്യ, കുറേ വാക്കുകളുണ്ട്. പാസീവ് യൂത്തനാഷ്യ, ആക്റ്റീവ് യൂത്തനാഷ്യ, അസിസ്റ്റഡ് സൂയിസൈഡ്സ്, അസിസ്റ്റഡ് ഡൈയിങ്. ഇതൊക്കെ എത്തിക്കലാണോ, അല്ലെങ്കിൽ ശരിക്കും ഇത് കോടതികൾ ഇടപെട്ട് സുപ്രീം കോടതിയൊക്കെ ഇതിന് തീരുമാനമെടുക്കുമ്പോൾ റൈറ്റ് ടു ഡൈ, റൈറ്റ് ടു ലൈഫ് ഉണ്ട്. ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എനിക്ക് എൻ്റെ റൈറ്റ് ടു ലൈഫ് ഉണ്ട്, ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ എനിക്ക് മരിക്കാനുള്ള അവകാശവും എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറയുന്നത് ശരിയാണോ? ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിൾ എന്താ? ഇതിൻ്റെ പ്രധാനപ്പെട്ട കോടതി വിധികളും ഈ സംഭവങ്ങളെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. ഐ എം അർജുൻ ആർ ശങ്കർ ആൻഡ് യു ലിസ്ണിംഗ് ടു IAS Factors Context. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഒരു മേഴ്സി കില്ലിങ്ങോ അല്ലെങ്കിൽ ദയാവധത്തിനെ കുറിച്ചും യൂത്തനേഷ്യയെക്കുറിച്ചും ഇത്രയും ചർച്ചകൾ വരുന്നത്. ഹരീഷ് റാണ 32 വയസ്സുകായ ഒരു ചെറുപ്പക്കാരൻ്റെ അയാളുടെ ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹം ഒരു PVS, ഇറിവേഴ്സിബിൾ പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. അദ്ദേഹം ഒരു കോമ പോലത്തെ ഒരു സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുന്ന പേഷ്യൻസിനെ നമുക്ക് അവരെ മേഴ്സി കില്ലിംഗ് ചെയ്തുകൂടെ? അത് ശരിക്കും ഒരു തരത്തിൽ അവരുടെ വേദന അവസാനിപ്പിക്കുന്നതല്ലേ എന്നുള്ള വലിയൊരു എത്തിക്കൽ ചോദ്യമുണ്ട്. ഇതിനു മുന്നേയും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേസാണ് അരുണ ഷാൻബഗിൻ്റെ കേസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് കോടതി അതിൽ വിധിച്ചത്? എന്തായാലും സുപ്രീം കോടതിയെ സംബന്ധിച്ചോളം ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഒരു പെർട്ടിക്കുലർ കേസിൽ ദയാവധം അല്ലെങ്കിൽ പാസീവ് യൂത്തനേഷ്യ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. എന്നാൽ 2011 അരുണ ഷാൻബഗ് കേസിലും കോടതി ഇതിൽ ഇടപെട്ടിരുന്നു. പക്ഷേ ഒരിക്കലും അരുണ ഷാൻബഗ് കേസിൽ കോടതി പാസീവ് യൂത്തനാഷ്യ സമ്മതിച്ചിരുന്നില്ല, റിജക്റ്റ് ചെയ്തു. പക്ഷേ പാസീവ് യൂത്തനാഷ്യ എന്ന് പറയുന്ന ഒരു മേഴ്സി കില്ലിംഗ്, ഒരു ദയാവധത്തിൻ്റെ ഒരു ടെക്നിക്ക് ആദ്യമായി ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാം എന്നുള്ളത് കോടതി എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കേസായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒഫീഷ്യലി റെക്കോർഡഡ് ആയിട്ട് കോടതി ഇടപെട്ടിട്ടുള്ള ഒരു കേസ്. ഒരുപാട് സ്ഥലത്ത് ഇല്ലീഗലായിട്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടിങ്. അപ്പോൾ അരുണ ഷാൻബഗ് കേസ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനുണ്ട്. എന്തായാലും ഈ ഒരു ദയാവധത്തിൻ്റെ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നതിന് മുന്നേ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇതേപോലെ മേഴ്സി കില്ല് ചെയ്തിട്ടുള്ള ഒരാളുടെ ഇതും കൂടെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന ജാക്ക് കെവോർക്കിൻ 1990 മുതൽ 1998 വരെ ഏകദേശം 130 ആൾക്കാരെ മരിക്കാൻ സഹായിച്ച ഡോക്ടർ ഡെത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അമേരിക്കനായ ഒരു പത്തോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിനെ 2nd ഡിഗ്രി മർഡർ ചാർജ് ചെയ്ത് ഒരുപാട് വർഷം ജയിലിലിട്ടു. ഇദ്ദേഹം താനാട്രോൺ, മെർസിട്രോൺ എന്നൊക്കെ പറഞ്ഞ് കുറേ മെക്കാനിസംസ് കൊണ്ടുവന്നു ആൾക്കാരെ കൊല്ലാൻ. 1990 ജാനറ്റ് ആറ്റ്കിൻസ് എന്ന് പറയുന്ന ഒരു അൽസൈമേഴ്സ് പേഷ്യൻറ്റിനെ മരിക്കാൻ സഹായിച്ചതും ജാക്ക് കെവോർക്കിൻ തന്നെയാണ്. ഇത് വലിയ ചർച്ചയായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടെലിവൈസ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അങ്ങനെ മേഴ്സി കില്ലിങ്ങിനെ വ്യാപകമായി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഇവിടെയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് മേഴ്സി കില്ലിങ്ങിൽ എപ്പോഴും കേൾക്കുന്നൊരു പേരാണ് ഡോക്ടർ ജാക്ക് കെവോർക്കിൻ, അല്ലെങ്കിൽ ഡോക്ടർ ഡെത്ത് എന്ന് വിളിക്കുന്ന ആൾ. ഇനി ഇന്ത്യയിൽ ദയാവധം എത്രത്തോളം എത്തിക്കലാണെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ പലപ്പോഴും പല പേഷ്യൻസിനെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കോമയിലാണ്, വെന്റിലേറ്ററിലാണ്, 10 വർഷം വെന്റിലേറ്ററിലാണ്, ഒരു പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്, ഇറിവേഴ്സിബിൾ സ്റ്റേറ്റിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ബ്രെയിൻ ഡെഡ് ആണ്. നമ്മളിങ്ങനെ ഒരു മെഷീൻ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളും അവരുടെ വീട്ടുകാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇദ്ദേഹത്തിന് ഈ പെയിനിൽ നിന്ന് നമുക്ക് റിലീവ് ചെയ്തൂടെ, ഈ മെഷീൻസ് ഓഫ് ചെയ്തൂടെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ദയാവധത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെയാണ് വരുന്നത്. ഇന്ത്യയിൽ തന്നെ നമുക്ക് പാസീവ് യൂത്തനാഷ്യ ഉണ്ട്, ആക്റ്റീവ് യൂത്തനാഷ്യ ഉണ്ട്, അതേപോലെ അസിസ്റ്റഡ് ഡൈയിങ്. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ലീഗലായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ആക്റ്റീവ് യൂത്തനാഷ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അതൊരു മർഡർ പോലെയാണ് കാണുന്നത്. കാരണം ഒരു പേഷ്യൻറ്റിന് ഡോക്ടർ ഡയറക്റ്റ്ലി ഒരു ലീതൽ ഇഞ്ചക്ഷനോ മരുന്നോ കൊടുത്ത് കൊല്ലുകയാണ്. അതായത് അവരെ മരണത്തിലേക്ക് കുറച്ചുകൂടി എളുപ്പമാക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ അത് നമ്മൾ മർഡർ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഡോക്ടറിന് അങ്ങനെ അത് കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ആക്റ്റീവ് യൂത്തനാഷ്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പോപ്പുലർ അല്ല. ഇനി പാസീവ് യൂത്തനാഷ്യ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻ്റ് ഓൾറെഡി വയ്യ, വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്, ഒന്നും ബ്രെയിൻ ഡെഡ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ മെഷീൻ സപ്പോർട്ട്, വെന്റിലേറ്റർ സപ്പോർട്ട് ആണെങ്കിലും മറ്റ് സാധനങ്ങളെല്ലാം പതുക്കെ ഓരോന്നായിട്ട് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് പേഷ്യൻറ്റിനെ നമുക്ക് ആ ഒരു മരണത്തിലേക്ക് വിടാം. പക്ഷേ ഒരുപാട് റൂൾസ് ഉണ്ട് അതിനകത്ത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. പാസീവ് യൂത്തനേഷ്യയാണ് നമ്മൾ ഇന്ത്യയിൽ കൂടുതലും പോപ്പുലറൈസ് ചെയ്ത് കാണുന്നതും ഇപ്പോഴത്തെ ഹരീഷ് റാണയുടെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അസിസ്റ്റഡ് സൂയിസൈഡ്, അസിസ്റ്റഡ് ഡൈയിങ് ഒക്കെ UK-ലും സ്കോട്ട്ലൻഡിലൊക്കെ ഒരുപാട് ചർച്ചകളും ഒരു പ്രൈവറ്റ് ബില്ലൊക്കെ ആയിട്ട് വന്നതാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ ഒരു മരുന്ന് കൊടുക്കാം,
ഒരു ബാർബിട്രേറ്റ്സോ സെക്കോ ബാർബിറ്റൽ എന്ന് പറയുന്നൊരു സംഭവം കൊടുത്തതിന് ശേഷം പേഷ്യൻ്റ് തീരുമാനിക്കുകയാണ് ഞാനിത് പേഷ്യൻ്റാണിത് കഴിക്കേണ്ടത്, അങ്ങനെ കഴിച്ച് സൂയിസൈഡിലേക്കോ ഡൈയിങ്ങിലേക്കോ നമ്മൾ ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്നതെന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് മൂന്നും ലോകത്തെ പല ഭാഗങ്ങളും പേഷ്യൻസിന് തീരെ വയ്യാത്ത വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള പേഷ്യൻസിനോട് ചെയ്യുന്ന ഒരു യൂത്തനാഷ്യ ടൈപ്പാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഇതിൻ്റെ നിയമവശങ്ങൾ എന്താണെന്നും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. വലിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മരിക്കുന്നത് ഒരാളുടെ അവകാശമാണോ? ജീവിക്കുന്നത് ഒരാളുടെ അവകാശം പോലെ തന്നെ മരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് ജഡ്ജ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ പി രത്നം വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജീവിക്കുന്നത് പോലെ തന്നെ മരിക്കാനും നമ്മുടെ ചോയ്സ് ആണെന്നുള്ള ഒരു വിധി അവർ പുറത്തിറക്കി. പക്ഷേ പിന്നീട് ഈ വിധി റിജക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ഗ്യാൻകോർ വെസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ കേസിൽ ഇവരിത് മാറ്റിയിട്ട് പറഞ്ഞു ടെർമിനൽ ഇൽനെസ് ഉള്ള കേസിൽ ജീവിക്കുന്നത് പോലെ തന്നെ മരിക്കാം, പക്ഷെ മരിക്കുന്നത് വിത്ത് ഡിഗ്നിറ്റി, ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി എന്ന വാക്ക് അവർ കൊണ്ടുവന്നു. അത് എല്ലാ കേസിലും എല്ലാ ഇതിൽ പോലും അല്ല, ടെർമിനസിൽ മരിക്കുന്നതിൽ പോലും ഒരു ഡിഗ്നിറ്റിയോടെ മരിക്കുക എന്നുള്ളൊരു ലെവലിൽ വന്നു. പിന്നെ അവസാനം ഇത് മാറ്റിമറിച്ച് വലിയൊരു കേസ് എന്ന് പറയുന്നത് കോമൺ കോസ് വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. കോമൺ കോസ് എന്ന് പറയുന്ന ഒരു NGO ആണ് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള. ഇവർ ഡെത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മേഴ്സി കില്ലിങ് അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു കേസ് കൊടുത്തപ്പോഴാണ് ഇതിലാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം നമുക്ക്. കോമൺ കോസ് കേസിലാണ് ആദ്യമായിട്ട് റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 പോലെ തന്നെ റൈറ്റ് ടു മരണം ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, പക്ഷേ ആർട്ടിഫിഷ്യൽ സപ്പോർട്ട് വേണ്ടെന്ന് വെക്കാനുള്ള റൈറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഗ്നിറ്റിയോടെ മരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഭവം ഇവിടെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു. ഇനി ഇന്ത്യയിൽ അങ്ങനെ എന്താണ് മേഴ്സി കില്ലിംഗ് ദയാവധത്തിനെ കുറിച്ച് എന്തെങ്കിലും ആക്റ്റോ അല്ലെങ്കിൽ നിയമങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഇന്ത്യയിൽ യൂത്തനാഷ്യ ആക്ട് ഒന്നുമില്ല. മറിച്ച് സുപ്രീം കോടതിയുടെ പല വിധികൾ, അതായത് ഒരു തരത്തിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് തന്നെയാണ് നിയമമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പാർലമെൻ്റ് ഒന്നും ഒഫീഷ്യലായിട്ടൊന്നും പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കേസ് മനസ്സിലാക്കണമെങ്കിൽ അരുണ ഷാൻബാഗിൻ്റെ കേസ് എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. സോ എന്താണ് അരുണ ഷാൻബാഗിൻ്റെ കേസ്? അരുണ ഷാൻബാഗിൻ്റെ കേസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു സങ്കടകരമായ ഒരു കേസും കൂടാണ്. കാരണം 1973 കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ബോംബെയിലുള്ള ഒരു നേഴ്സായിരുന്നു അരുണ ഷാൻബാഗ്. അവിടുത്തെ ഒരു വാർഡ് ബോയ്, അന്നത്തെ ഒരു വാർഡ് ബോയ് ആയിരുന്ന ഒരാൾ ഡോഗ് ചെയിൻ വെച്ച്, നായകളെ കെട്ടുന്ന ചെയിൻ വെച്ച് അരുണ ഷാൻബാഗിൻ്റെ കഴുത്ത് സ്ട്രാങ്കുലേറ്റ് ചെയ്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി. സോ അസോൾട്ടിൻ്റെ ഇടയിൽ ഇവർക്ക് ഹൈപ്പോക്സിയ വന്നു, ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ ഇല്ലാണ്ടായി. ഇവർ ഒരു പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയി. അങ്ങനെ വർഷങ്ങളോളം ഇവർ കോമയിൽ കിടന്നു. 42 വർഷം കോമയിൽ കിടന്ന ഒരാളാണ് അരുണ ഷാൻബാഗ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട 2011 ആയപ്പോൾ പിങ്കി വിരാണി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു കേസ് കൊടുത്തു. അരുണ ഷാൻബാഗിനും ഡിഗ്നിറ്റി ഉണ്ട്, ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി വേണ്ടേ, കാരണം മരണം ഡിഗ്നിറ്റിയോടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞൊരു കേസ് നടന്നു. അങ്ങനെയാണ് സുപ്രീം കോടതി ആദ്യമായിട്ട് വലിയ രീതിയിൽ യൂത്തനേഷ്യനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നത്. അരുണ ഷാൻബാഗിൻ്റെ കേസിൽ പാസീവ് യൂത്തനാഷ്യയ്ക്ക് ഡിമാൻഡ് വെച്ചു, പക്ഷേ സുപ്രീം കോടതി അത് റിജക്റ്റ് ചെയ്തു. കാരണം അവിടുത്തെ ഹോസ്പിറ്റലിൽ അരുണ ഷാൻബാഗിനെ നോക്കിയിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്നത് അരുണ ഷാൻബാഗ് ഞങ്ങൾക്കൊരു ബേർഡനോ ലയബിലിറ്റിയോ അല്ല, അവരുടെ ബ്രെയിൻ ഡെഡ് അല്ല, ഞങ്ങൾ അവരെ ICU മെഷീൻസിൽ സസ്റ്റെയിൻ ചെയ്ത് പോവാമെന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അവർ നോക്കാൻ തയ്യാറാണ്. പക്ഷെ ആദ്യമായി സുപ്രീം കോടതി വലിയ രീതിയിൽ പാസീവ് യൂത്തനേഷ്യനെ കുറിച്ച് ചർച്ചകളും ഡിബേറ്റുകളും അതൊരു കോൺസെപ്റ്റായിട്ട് വേണമെങ്കിൽ എക്സെപ്ഷൻ സർക്കംസ്റ്റാൻസിൽ ഉപയോഗിക്കാമെന്നുള്ളൊരു അവസ്ഥയിലൊക്കെ എത്തിയത് ഈ ഒരു കാലഘട്ടത്താണ്. പക്ഷേ പിന്നീട് 2015 ശേഷം അരുണ ഷാൻബാഗ് പാസീവ് യൂത്തനേഷ്യയിലല്ല, നിമോണിയ വന്നാണ് അവർ മരണപ്പെട്ടത്. അപ്പോൾ അരുണ ഷാൻബാഗിൻ്റെ കേസ് വലിയ രീതിയിൽ പാസീവ് യൂത്തനേഷ്യനെ ചർച്ച നടത്തിയ ഒരു കേസും കൂടാണ്. കോമൺ കോസിൻ്റെ കേസ് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിനകത്തുനിന്ന് ഇവിടെ നമ്മൾ ഓർക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ലിവിങ് വിൽ, പിന്നെ 2 പ്രധാനപ്പെട്ട മെഡിക്കൽ ബോർഡുകൾ. പാസീവ് യൂത്തനേഷ്യ നടപ്പിലാക്കണമെങ്കിൽ ലിവിങ് വിൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നു തുടങ്ങി. കാരണം ഒരാൾ തീരുമാനിക്കുകയാണ്, ഒരു 60 വയസ്സായ ഒരാൾ തീരുമാനിക്കുകയാണ്, അയാൾ ആദ്യമേ ഒരു വില്ല് എഴുതുകയാണ്. ആരോഗ്യവാനായിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഞാൻ കോമയിലേക്ക് പോവുകയാണോ അല്ലെങ്കിൽ ഞാനൊരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കോ ബ്രെയിൻ ഡെഡ് ആവുകയാണെങ്കിൽ എനിക്ക് മെഷീൻ്റെ സപ്പോർട്ട് വേണ്ട, എന്നെ പാസീവ് യൂത്തനേഷ്യ പോലെ തന്നെ എൻ്റെ ലൈഫ് അവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു വില്ല് എഴുതി വെക്കുകയാണ്. ഈ വില്ലിൻ്റെയൊക്കെ സാധ്യതകൾ ശരിക്കും ഡീകോഡ് ചെയ്തത് 2018 പ്രധാനപ്പെട്ട കോമൺ കോസ് കേസാണ്. പിന്നെയുള്ള 2 പ്രധാനപ്പെട്ട ബോർഡ്, ഈ യൂത്തനേഷ്യ നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും പ്രൈമറി ബോർഡും സെക്കൻഡറി ബോർഡും എന്ന് പറഞ്ഞൊരു ബോർഡ് ഹോസ്പിറ്റൽ ലെവലിലുണ്ട്. കാരണം പണ്ട് ഒരാളെ പാസീവ് യൂത്തനേഷ്യ ചെയ്യണമെങ്കിൽ ഹൈക്കോടതിയുടെ ഓർഡർ വേണം, അതേപോലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഇത് വേണം, കളക്ടർക്ക് റോളുണ്ട്, മജിസ്ട്രേറ്റിന് റോളുണ്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഒരു പാസീവ് യൂത്തനേഷ്യ നടപ്പിലാക്കാൻ.
പിന്നീട് വന്ന് അരുണ ശാൻഭഗിന് ശേഷം 2018 വന്ന് 2023 വന്ന് ഇപ്പോൾ ഹരീഷ് റാണയുടെ കേസിൽ വന്ന പല സുപ്രീം കോടതി വിധികളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ഹോസ്പിറ്റൽ ലെവലിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇപ്പോൾ ബില്ല് എഴുതി വെച്ച ഒരാളുടെ വളരെ അടുത്തുള്ള ബന്ധുക്കൾ അവരുടെ കൺസെൻ്റ് എടുത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഓക്കെ ആയി 2 ബോർഡ് തീരുമാനിക്കുകയാണ്. ഒരു പ്രൈമറി ബോർഡ്, ഹോസ്പിറ്റലിൽ അവർ നോക്കുന്ന ഡോക്ടേഴ്സ് എല്ലാവരുടെയും ഒരു ഫൈനൽ ഒരു ബോർഡുണ്ട്, പ്രൈമറി ബോർഡ്. ഇവർ വിധി എഴുതുകയാണ്. കാരണം ഈ വ്യക്തി ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്, ഇനി തിരിച്ചൊരു റിക്കവറി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ബോർഡ് റെക്കമെൻഡ് ചെയ്യുകയാണ് പാസീവ് യൂത്തനാഷ്യ ചെയ്യാം. സെക്കൻഡറി ബോർഡ്, ചീഫ് മെഡിക്കൽ ഓഫീസർ കൊണ്ടുവരുന്ന ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്സിൻ്റെ ഒരു ബോർഡും തീരുമാനിക്കുകയാണ് നമുക്ക് ഈ പേഷ്യൻറ്റിന് റിക്കവറി ഇല്ല, നമുക്ക് ദയാവധം നടത്താമെന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്കൻഡറി ബോർഡ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനു മുന്നേ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ലെവലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി പാസീവ് യൂത്തനാഷ്യ നടപ്പിലാക്കാം എന്നുള്ളൊരു നിയമം ഇപ്പോൾ ഉണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി പെർമിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ 2 ബോർഡ് കൊണ്ടുവന്നത്. ഇനി ബില്ലൊന്നും എഴുതാത്ത ആളാണ്, അവരുടെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളും മകൾ അടുത്തുള്ള ആൾക്കാർ തീരുമാനിക്കുകയാണ് റിക്കവറി ഇല്ല, ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്യാം, നമുക്ക് പാസീവ് യൂത്തനാഷ്യ നടത്താം, നമുക്ക് ഇങ്ങനെ ഈ അവസ്ഥ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അവിടുത്തെ ഡോക്ടേഴ്സിനും പ്രൈമറി സെക്കൻഡറി ബോർഡ് കൊണ്ടുവന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സംഭവം ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി പ്രൈമറി ബോർഡ് ഒരു തീരുമാനമെടുത്തു, ദയാവധം വേണം. സെക്കൻഡറി ബോർഡ് തോന്നുകയാണ്, ഇവിടെയാണ് ഈ നിയമം മിസ്യൂസ് ചെയ്യുമെന്നുള്ള ചോദ്യം. വയ്യാത്ത ആൾക്കാരെയൊക്കെ ഇനി പെട്ടെന്ന് ആക്റ്റീവ് യൂത്തനാഷ്യ ഇന്ത്യയിൽ ഇല്ലാത്തതിൻ്റെ പ്രധാന ഒരു കാരണം അത് തന്നെയാണ്. നമുക്ക് വയ്യാൻ തോന്നിക്കഴിഞ്ഞ ഒരാളെ പെട്ടെന്ന് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്നാണ്, അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ, മരിക്കണം, മരണമാണ് അവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആക്റ്റീവ് യൂത്തനാഷ്യ ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലാത്തത്. ഇനി ഇത്തരം സംഭവങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പ്രൈമറി ബോർഡ് തീരുമാനിച്ചു, ഹോസ്പിറ്റൽ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു ഈ വ്യക്തിയെ നമുക്ക് ദയാവധം ചെയ്യാം എന്ന് പറഞ്ഞ് ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്ട് വന്നിട്ട് പറയുകയാണ് കുഴപ്പമില്ല, റിക്കവറി ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഹൈക്കോടതിയിലും ഇതിലൊക്കെ പോയി നമുക്ക് പ്രത്യേകമായിട്ടുള്ള പരാതികൾ കൊടുത്ത് ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാനുള്ള അവകാശം ഇതിനകത്ത് യൂത്തനാഷ്യയുടെ നിയമത്തിലുണ്ട്. യൂത്തനാഷ്യ ലോകത്തെ പല ഭാഗത്ത് എങ്ങനെയാണ് ആൾക്കാർ വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പോൾ നെതർലൻഡ്സ്, ബെൽജിയം പോലത്തെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇത് അപ്രൂവ്ഡ് ആണ്, യൂത്തനാഷ്യ ലീഗലൈസ്ഡ് ആണ്, നമുക്കിത് ചെയ്യാം എന്നൊരു അവരൊരു ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ നമ്മൾ മരണം വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് കാണുന്നത്. എന്നാൽ മറ്റൊരുപാട് രാജ്യങ്ങളുണ്ട്, UK, ഫ്രാൻസ് പോലത്തെ ഒരുപാട് രാജ്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഇത്രയും ചർച്ച വന്നതിന് ശേഷമാണ് ഇത് വേണോ വേണ്ട എന്നുള്ള വലിയൊരു തീരുമാനം വരുന്നത്. പ്രധാനമായിട്ടും മിസ്യൂസ് വലിയൊരു പ്രശ്നമാണ്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഇത് ഈ ഒരു പ്രൊവിഷൻ മിസ്യൂസ് ചെയ്യപ്പെടാൻ, മക്കൾ തിരിഞ്ഞു നോക്കാത്ത പേരൻസിനെ എന്നാൽ പിന്നെ ദയാവധം ചെയ്തേക്കാം എന്ന് പറയുന്നൊരു മോഡിലേക്ക് ഇത് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പല രാജ്യത്തും പല നിയമങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദയാവധം നല്ലതാണോ, ശരിക്കും എത്തിക്കലാണോ, അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരെ നമുക്ക് മരണത്തിലേക്ക് തന്നെ അസിസ്റ്റഡ് ഡൈയിങ് അല്ലെങ്കിൽ പാസീവ് യൂത്തനാഷ്യയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാണോ നല്ലൊരു സൊല്യൂഷൻ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിലിടാം. ഇനി ഏതെങ്കിലും ടോപ്പിക് എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്.